റെഡിയായി. മാഷ് പറഞ്ഞോളൂ. ഓം സായീശ്വരായ വിദ്മഹേ സത്യദേവായ ധീമഹി തന്നഃ സർവ പ്രചോദയാത്. ഓം സായീശ്വരായ വിദ്മഹേ സത്യദേവായ ധീമഹി തന്നഃ സർവ പ്രചോദയാത്. ഓം സായീശ്വരായ വിദ്മഹേ സത്യദേവായ ധീമഹി തന്നഃ സർവ പ്രചോദയാത്. ഓം ശാന്തി ശാന്തി ശാന്തി. നിർമ്മല ഓഡിയോ ഓഫ് ചെയ്യൂ. നിർമ്മല ഓഡിയോ ഓഫ് ചെയ്യൂ. പറയുന്നവരല്ലാതെ ആരും ഓഡിയോയും വീഡിയോ ഓൺ ചെയ്യരുതേ. നിർമ്മല ഓഫ് ചെയ്യൂ. ഭയങ്കര ഡിസ്റ്റർബൻസ് വരുന്നു. നിർമ്മല ഓഡിയോ ഓഫ് ചെയ്യൂ. മനസ്സിലാകുന്നില്ലെന്ന് തോന്നുന്നു. പത്മയോട് പറഞ്ഞോളൂ മാഷെ. സായിരാം. ഇന്ന് പ്രൊഫസർ പത്മാകുട്ടിയാണ്. ഒരു ബാലവികാസിന്റെ ഒരു വലിയ ലീഡറായിട്ടുള്ള ഗുരുവാണ്. അതുപോലെ തന്നെ പ്രശാന്തിയിലെ സേവയിൽ ഒരുപാട് സേവനങ്ങൾ അർപ്പിച്ചിട്ടുള്ളവരാണ്. അവർ സെൽഫ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് പാരായണം തുടങ്ങാൻ അഭ്യർത്ഥിക്കുന്നു. സായിരാം. ഓം ശ്രീ സായിരാം. ഭഗവാന്റെ പാദങ്ങളിൽ സാഷ്ടാംഗം നമസ്കരിക്കുന്നു. എല്ലാവർക്കും സ്നേഹം നിറഞ്ഞ സായിരാം. സാറ് പറഞ്ഞ പോലെ ഞാൻ പ്രൊഫസറൊന്നല്ല സാറേ, അത് തിരുത്തു, പ്രൊഫസറായിട്ടില്ല. പിന്നെ ഞാൻ പത്മാക്കുട്ടി, മലപ്പുറം ഡിസ്ട്രിക്റ്റിൽ നിന്ന് വരുന്നു. കുറെ നാള് മഹിളാ സ്പിരിച്വൽ കോർഡിനേറ്ററായും ബാലവികാസ് കോർഡിനേറ്ററായും സ്വാമീനെ സേവനം ചെയ്യാൻ സന്ദർഭം കിട്ടിയിട്ടുണ്ട്. ഇപ്പോഴും ക്ലാസ് ഒക്കെ എടുക്കുന്നുണ്ട്, സ്വാമീനെ വിട്ടിട്ടൊന്നുമില്ല. അപ്പൊ അങ്ങനെ ഇത്രയല്ല എനിക്ക് എന്നെ പരിചയപ്പെടുത്താം. ഞാൻ അവിടെ വായിക്കാൻ പോകുന്നത് ശ്രീ സത്യസായി വാണി 6-ാം ഭാഗത്തില് ഭഗവാന്റെ ഒരു പ്രഭാഷണമാണ് വായിക്കാൻ പോകുന്നത്. വൈരാഗ്യം വളർത്തിയെടുക്കുക. കുഞ്ഞ് ജനിക്കുമ്പോൾ കരയുന്നു, ചുറ്റുമുള്ളവർ പുഞ്ചിരി തൂകി സന്തോഷിക്കുന്നു. ഇത് വിചിത്രം തന്നെ. ഒരാൾ കരയുമ്പോൾ മറ്റുള്ളവർ ചിരിക്കാമോ? പക്ഷെ ഇതാണ് മനുഷ്യന്റെ രീതി. ഈ ലോകത്തിലേക്ക് വന്നുവല്ലോ എന്ന് അവൻ കരയുന്നു. വളരെ കാലം ഇവിടെ ജീവിച്ചിരുന്നവർ ഈ സത്യം മനസ്സിലാക്കുന്നില്ല. നിസ്സാര സുഖങ്ങളിലും നൈമിഷിക സന്തോഷങ്ങളിലും പെട്ട് അവൻ ആഹ്ലാദിക്കുന്നു. മനുഷ്യൻ ഒരു നിമിഷം സന്തോഷിക്കുന്നു, മറ്റൊരു നിമിഷത്തിൽ ദുഃഖത്തിലോ ഭയത്തിലോ ആണ് പോകുന്നു, പിന്നീട് വിഷമിക്കുന്നു. സ്പെക്ട്രത്തിന്റെ 7 നിറങ്ങളും ഒന്നിച്ച് കറക്കിയാൽ നിറമില്ല. കറക്കം നിർത്തുമ്പോൾ 7 നിറങ്ങളും വെവ്വേറെ തിരിച്ചറിയാം. ഫാനിന്റെ 3 ദളങ്ങളും വേഗത്തിൽ കറങ്ങുമ്പോൾ വെവ്വേറെ കാണപ്പെടാതിരിക്കുമ്പോൾ കുളിർമയും സുഖവും അനുഭവപ്പെടുന്നു. അതുപോലെ സത്വരജോ തമോ ഗുണങ്ങൾ തിരിച്ചറിയപ്പെടാതെ ഒന്നിക്കുമ്പോൾ മാത്രമേ മനുഷ്യന് സന്തോഷമുണ്ടാകൂ. അടയ്ക്ക തവിട്ട് നിറം. എല്ലാവരും ഒരു മിനിറ്റ്, എല്ലാവരും ഓൺ ചെയ്ത് വെച്ചിരിക്കുക വീഡിയോയും ഓഡിയോയും. അടയ്ക്ക തവിട്ട് നിറം, വെറ്റില പച്ച നിറം, ചുണ്ണാമ്പ് വെളുത്ത നിറം. പക്ഷെ ഇവയെല്ലാം ഒന്നിച്ചു ചവയ്ക്കുമ്പോൾ നിറം ചുവപ്പ്. സാധനയിൽ 3 ഗുണങ്ങളും ചേരുമ്പോൾ ശാന്തി ഉണ്ടാകുന്നു. ദീപം സത്വഗുണത്തെ കുറിക്കുന്നു, തിരി തമോ ഗുണത്തെയും എണ്ണ രജോ ഗുണത്തെയും. ഈ 3ന്റെയും ശരിയായ ചേർച്ചയാണ് സർവപ്രശ്ന പരിഹാരിയായ ജ്ഞാനപ്രകാശം. വിമാനം ആകാശത്തിലൂടെ പറക്കുമ്പോൾ അടയാളമോ രേഖയോ ദ്വാരമോ ഉണ്ടായിരിക്കുന്നില്ല. അതുപോലെ എല്ലാ വികാരങ്ങളും മനസ്സിൽ കൂടി കടന്നുപോയാലും അവിടെ മുദ്ര ഏൽപ്പിക്കാൻ അനുവദിക്കരുത്. ഇത് നമുക്കൊരു നിരൂപണത്തിലൂടെയോ സ്വാനുമാനത്തിലൂടെയോ ചെയ്യാം. പ്രസംഗശ്രവണമോ ഗ്രന്ഥപാരായണമോ ആവശ്യമില്ല. 3 ചക്രമുള്ള വണ്ടിയിൽ ഉന്തിക്കൊണ്ട് കുട്ടികൾ നടക്കുവാൻ പഠിക്കാറുണ്ട്. പ്രണവം അത്തരം ഒരു ഉപകരണം അത്രേ. അത് ആ ഉ മ എന്ന ഓങ്കാരം
ത്രിചക്ര സൈക്കിൾ എന്ന ഉപകരണമാണ്. അതിനെ ആശ്രയിച്ചുകൊണ്ട് ഭക്തി വൈരാഗ്യങ്ങളെ ഉപയോഗപ്രദമാക്കുക. ഓങ്കാരത്തെ കൈവിട്ടാൽ നിസ്സഹായനായി താഴെ ഉരുണ്ടു വീഴും. പ്രണവജപസഹായത്തോടെ മുന്നോട്ട് നീങ്ങിയാൽ പ്രപഞ്ചത്തിന്റെ അന്തസ്സത്തായ ബ്രഹ്മത്തിന്റെ മഹിമ അറിയുവാൻ കഴിയും. ഗൃഹസ്ഥനും ശ്രീരാമകൃഷ്ണ പരമഹംസരുടെ ശിഷ്യനുമായ നാഗമഹാശയൻ സംസാര ബന്ധനത്തിൽ നിന്ന് മോചിതനായത് അതീവ വിനയവാനായാണ്. വിവേകാനന്ദനാകട്ടെ പ്രപഞ്ചം മുഴുവനുമായി താതാത്മ്യപ്പെട്ട് വികസിച്ചപ്പോൾ ആ മഹാനെ അടക്കുവാൻ കഴിയാതെ മായാബന്ധനം പൊട്ടി. ദൈവദാസോപദാസനാണ് താൻ എന്ന് നാഗമഹാശയൻ കൽപ്പിച്ചപ്പോൾ ഇതം സർവമയമായ ഈശ്വരനാണ് ഞാനെന്ന് വിവേകാനന്ദനും കൽപ്പിച്ചു. താൻ ബ്രഹ്മം തന്നെയാണെന്ന് ഉറച്ച വിശ്വാസം അദ്ദേഹത്തിനുണ്ടായിരുന്നു. ഇതിനെ ജീവബ്രഹ്മ ഐക്യാനുസന്ധാനം എന്ന് പറയുന്നു. മനുഷ്യൻ ആഘോഷിക്കുവാൻ പരിശ്രമിക്കേണ്ടതായ യഥാർത്ഥ കല്യാണമാണിത്. ഭഗവത് താതാത്മ്യം അഹങ്കാരത്തെ വളർത്തുകയില്ല. അഹങ്കാരത്തെ സാർവലൗകികത്തിൽ ലയിപ്പിക്കുന്നു. ഞാൻ എന്ന ഭാവം നീ എന്നതിൽ അപ്രത്യക്ഷപ്പെടുന്നു. അത് മാത്രമേ ബോധമണ്ഡലത്തിൽ ഉണ്ടാകൂ. ഈ യുഗത്തിൽ അനർത്ഥം അഹങ്കാരമാണ്. ഏത് കർമ്മമണ്ഡലത്തിൽ നോക്കിയാലും അഹങ്കാരം എന്ന വിനാശകാരിയായ തിന്മ കാണാം. സന്യാസിമാരും മഠാധിപതികളും കൂടി ഇതിൽ നിന്ന് ഒഴിവാകുന്നില്ല. നായയെപ്പോലെ തിന്ന് കുറുക്കനെ പോലെ അലഞ്ഞു തിരിയൂ എന്നാണ് അത്രേ ഒരു ഋഷി ശിഷ്യനെ പഠിപ്പിച്ചത്. നാളെയെക്കുറിച്ചോ തല എവിടെ കിടത്തണമെന്നതിനെ കുറിച്ചോ ഒരു ചിന്തയും പാടില്ല. ഇന്ദ്രിയവാസനകൾക്ക് വിധേയനാവുകയോ പ്രായം കണക്കാക്കുന്ന നാഡി പരിശോധിക്കുകയോ രോഗങ്ങളെക്കുറിച്ച് ആവലാതിപ്പെടുകയോ ചെയ്യരുത്. തൻ്റെ ജന്മദിനം ആഘോഷിക്കുകയോ മറ്റുള്ളവരെ അങ്ങനെ ചെയ്യാൻ പ്രേരിപ്പിക്കുകയോ അരുത്. കർമ്മബന്ധത്തിൽപ്പെടാതെ തന്നെ എല്ലാ പ്രവർത്തനങ്ങളിലും വ്യാപൃതനായി ചുമതലകൾ നിർവഹിക്കുന്നതാണ് ശരിയായ മനസ്ഥിതി. ആകാശത്തിന്റെ നീല നിറ മേഘങ്ങളാലോ കൊടുങ്കാറ്റിനാലോ ഇടിമിന്നലുകളാലോ ബാധിക്കപ്പെടാതെ സുസ്ഥിരമായിരിക്കുന്നത് പോലെ മനുഷ്യന്റെ മനസ്സും ജീവിതത്തിലെ സംഘർഷങ്ങൾക്ക് അതീതമായി നിർമ്മല സ്ഫടികമായിരിക്കണം. മഹാനായ ശാസ്ത്രജ്ഞനും ഗവേഷകനുമായ എഡിസൺ മണിക്കൂറുകളും ദിവസങ്ങളും തൻ്റെ ഗവേഷണശാലയിൽ തൻ്റെ ശ്രദ്ധ മുഴുവനും ഏതെങ്കിലും ഒരു പരീക്ഷണത്തിൽ കേന്ദ്രീകരിച്ചുകൊണ്ട് ചിലവഴിക്കുമായിരുന്നു. വാതിലിലൂടെ തള്ളിക്കൊടുക്കുന്ന പാലോ ബ്രെഡോ ചായയോ അദ്ദേഹം സ്പർശിക്കുക കൂടിയില്ല. അത്തരം ഏകാഗ്രതയാണ് ശാസ്ത്രം പ്രതീക്ഷിക്കുന്നത്. അതിസൂക്ഷ്മമായ ആധ്യാത്മിക തലത്തിൽ വിജയം കൈവരിക്കുവാൻ സാധകന് എന്തുമാത്രം ഏകാഗ്രത വേണമെന്ന് ഇതിൽ നിന്ന് ഊഹിക്കാം. ഇതാണ് മനുഷ്യന്റെ സുപ്രധാന കർത്തവ്യം. അതിൽ വിജയിക്കുവാനാണ് അവൻ തയ്യാറാകേണ്ടത്. ഗംഗാനദിയിലെ ദീപത്തെ പോലെ ഉജ്ജ്വലനുമായിരിക്കണം. ഭാരം കൂടിയാൽ അത് മുങ്ങുകയും ദീപം കെട്ടുപോവുകയും ചെയ്യും. ഭൗതിക വസ്തുക്കളോടുള്ള ആസക്തിയും ഇന്ദ്രിയ സുഖ അന്വേഷണവുമാണ് ഭാരം. ലക്ഷക്കണക്കിന് ജനങ്ങളാണ് ഇതുവരെ മരിച്ചിട്ടുള്ളതെന്ന് ഓർക്കുക. ആ സ്ഥലത്തേക്ക് ആരെങ്കിലും ഇവിടെ നിന്ന് എന്തെങ്കിലും കൊണ്ടുപോയിട്ടുണ്ടോ? കോടതിയിൽ കയറേണ്ടി വന്ന ഒരുവൻ തന്റെ 3 സുഹൃത്തുക്കളോട് അയാളുടെ നിരപരാധിത്വത്തിന് സാക്ഷി പറയുവാൻ ആവശ്യപ്പെട്ടു. ഒരാൾ പറഞ്ഞു, ഞാൻ വീട്ടിൽ നിന്നും പുറത്തു പോകില്ല, ആവശ്യമുള്ളവർ ഇവിടെ വന്ന് എൻ്റെ മൊഴി എടുത്തുകൊള്ളട്ടെ. രണ്ടാമത്തെ ആൾ പറഞ്ഞു, ഞാൻ കോടതിയുടെ വാതിൽക്കൽ വരാം, പക്ഷേ അകത്തേക്ക് കയറുകയില്ല. മൂന്നാമൻ പറഞ്ഞു, വരൂ, ഞാൻ എപ്പോഴും നിങ്ങളുടെ കൂടെയുണ്ട്. ആദ്യത്തേത് ഒരുവൻ സമ്പാദിച്ചു വെച്ചിരിക്കുന്ന സ്വത്താണ്. രണ്ടാമത്തേത് അവന്റെ ബന്ധുമിത്രാദികൾ, അവർ ശ്മശാനം വരെ വരും. മൂന്നാമത്തേത് അവൻ ആർജിച്ചിരുന്ന കീർത്തിയും ബഹുമതിയും. ഒരാൾ മരിക്കുമ്പോൾ അയാളുടെ സ്വത്തും മറ്റു വീട്ടിൽ തന്നെയായിരിക്കും. അത് അതിനപ്പുറം പോകില്ല. ബന്ധുക്കൾക്കും അവിടെ പോകുവാൻ പറ്റില്ല. അവന്റെ സൽപ്പേരോ ദുഷ്പേരോ മാത്രമേ നിലനിൽക്കൂ. ഭാവി തലമുറ അവനെ നന്ദിപൂർവ്വം സന്തോഷത്തോടെ ഓർമ്മിക്കുന്ന വിധത്തിൽ അവൻ ജീവിക്കണം. നല്ല ജീവിതം നയിക്കുവാൻ അന്തര്യാമിയായ ഈശ്വരനിൽ നിന്നും നിരന്തര പ്രചോദനം വലിയ സഹായമാണ്. ഈ പ്രചോദനം നിരന്തര ദിവ്യനാമോച്ചാരണത്തിലൂടെ മാത്രമേ ലഭ്യമാകൂ. ഭഗവത് അനുഗ്രഹം കൈവരിക്കുവാൻ, ഭഗവത് സാന്നിധ്യം സാക്ഷാത്കരിക്കുവാൻ, ഭഗവത് രൂപം മനസ്സിൽ കൽപ്പിക്കുവാൻ, ഭഗവത് മഹിമ ഓർമ്മിക്കുവാൻ നാമം വിലപിടിച്ചൊരു ഉപകരണമാണ്. ഭഗവത് നാമ ഹൃദയത്തിൽ നിന്ന് രാവിലെയും വൈകുന്നേരവും ഒരു പ്രാവശ്യം ഉരുവിട്ടാൽ തന്നെ ഗൃഹം ഗുഹയാവാതെ ഗൃഹമായി തന്നെ ഇരിക്കും. നാമജപം വീടിനെ പ്രകാശമാനമാക്കി വെറും ഗുഹയാക്കാതെ ഗൃഹമാക്കി തീർക്കും. മുറിയിൽ കത്തിക്കൊണ്ടിരിക്കുന്ന ദീപം ജനവാതിലിൽ കൂടി വരുന്ന കാറ്റിനാൽ കെട്ടുപോകും. ഇന്ദ്രിയങ്ങളാണ് ജനവാതിലുകൾ. അവ തുറന്നിടുമ്പോൾ നാമദീപം ശരിക്ക് പ്രകാശിക്കില്ല. ഇന്ദ്രിയ സുഖങ്ങളിൽ മുഴുകാതെ ഭഗവൻ നാമ ജപ സൗന്ദര്യ മാധുര്യാദികളിൽ ശ്രദ്ധയുറപ്പിക്കുക.
നാമത്തിൽ രമിച്ച മഹാത്മാക്കൾ ജയദേവൻ, തൂക്കാറാം, കബീർ, സൂരദാസ്, തുളസീദാസ്, ശ്രീരാമകൃഷ്ണ പരമഹംസർ എന്നിവർ എത്രയധികം സംതൃപ്തരും ഉത്കണ്ഠാരഹിതരുമായിരുന്നുവെന്ന് ചിന്തിച്ചു നോക്കൂ. ശിവോഹം എന്ന് വെറുതെ നിലവിളിച്ച ശിവനാകുകയില്ല. സാർവലൗകിക പ്രേമം, വൈരാഗ്യം എന്നീ ദിവ്യഗുണങ്ങൾ വളർത്തിയെടുക്കുക. അപ്പോൾ ശിവോഹം എന്ന് ഉറപ്പിച്ചു പറയുവാൻ നിങ്ങൾ അർഹരാകും. നിങ്ങൾ അത് ഉറപ്പിച്ച് പറയുകയുമില്ല, കാരണം നിങ്ങൾക്ക് അപ്പോൾ അഹം എന്ന ഭാവം ഉണ്ടാവില്ലല്ലോ. ജയ് സായിരാം. ഇനി അനുഭവം പറയാണോ മാഷേ? പറയാം, അനുഭവം പറയാം. സ്വാമിയുടെ പാദങ്ങൾ പ്രണമിക്കുന്നു. ഒരുപാട് അനുഗ്രഹങ്ങളും സ്വാമിയുടെ അനുഗ്രഹങ്ങളും അനുഭവങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അതിൻ്റെ മുന്നേ ഞാൻ വിചാരിക്കുന്ന ഏറ്റവും വലിയൊരു സൗഭാഗ്യം, അതായത് ഏറ്റവും വലിയൊരു മിറാക്കിൾ എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചത് ഞാൻ ഭഗവാന്റെ അടുത്ത് എത്തിയതാണ്. അതുകൊണ്ട് അനുഭവങ്ങളൊക്കെ പിന്നെ പറയാം. സ്വാമിയുടെ അടുത്ത് എത്തിയത് എങ്ങനെയെന്ന് ഞാൻ ഒന്ന് പറയാം. ഒരു 44 വർഷമായി ഞാൻ സ്വാമിയോടൊപ്പമുള്ള യാത്ര തുടങ്ങിയിട്ട്. തിരിഞ്ഞു നോക്കുമ്പോൾ എനിക്ക് തന്നെ ശരിക്കും വിശ്വസിക്കാൻ പറ്റുന്നില്ല. കാരണം ഭഗവാനുമായിട്ട് ഇത്രയും കാലം യാത്ര ചെയ്തു എന്ന് ശരിക്കും ഒരു അത്ഭുതം തന്നെയാണ്. ഈ മാറ്റം എന്നിൽ അത്ഭുതം ഉണ്ടാക്കുക. കാരണം സ്വാമി തന്നെയാണ് ഈ മിറാക്കിൾ ഉണ്ടാക്കിയത്. എന്തെന്നാൽ അങ്ങേയറ്റം ഭഗവാനെ നിഷേധിച്ച ഒരാളാണ് ഞാൻ. 1966 പാലക്കാട് വിക്ടോറിയ കോളേജിൽ പഠിക്കുമ്പോൾ ഭഗവാനെ ആദ്യമായി ദർശിച്ചിട്ടുണ്ട്. അന്ന് ഒരു തരി പോലും എനിക്ക് വിശ്വാസമില്ല. എൻ്റെ ഒരു ഫ്രണ്ട് പോകാൻ നമുക്ക്, കാരണം ഭഗവാൻ വന്നത് കോളേജിന്റെ നേരെ മുന്നിലുള്ള കൊല്ലങ്കോട് പാലസിൽ ഭഗവാൻ വന്നിട്ടുണ്ടെന്ന് അറിഞ്ഞു. അപ്പൊ എൻ്റെ ഒരു കൂട്ടുകാരി എന്നെ നിർബന്ധിച്ചു നമുക്ക് പോവാന്ന് പറഞ്ഞിട്ട്. അന്നൊക്കെ ഈ ജനയുഗം വാരികയിലൊക്കെ വളരെ മോശമായി സ്വാമിയെ കുറിച്ച് എഴുതിയ ലേഖനങ്ങളൊക്കെ വായിച്ചിരുന്നു. നമുക്കൊന്നും അറിയില്ല, അന്നൊന്നും അറിയാത്ത പ്രായം. അപ്പൊ എനിക്ക് അങ്ങനെ പോവാൻ തീരെ ഒരു മനസ്സ് വലിയ ഇഷ്ടമില്ല. പിന്നെ അവൾക്ക് എന്തൊക്കെയോ ഒരു കാര്യം സാധിക്കാണ്ട്. അപ്പൊ ആരോ പറഞ്ഞു സ്വാമിയോട് നേരിട്ട് കണ്ട് പ്രാർത്ഥിച്ചാൽ അതെല്ലാം ശരിയാവുമെന്ന്. അപ്പോഴാണ് അവൾ എന്നെ കൂട്ടി വിളിച്ചത്. അങ്ങനെ ആ രാജാവിന്റെ ഒരു പാലസ് കൊട്ടാരാണത്. പിന്നെ ഞാൻ അതിലേക്ക് പോകുമ്പോൾ ആ കൊട്ടാരൊക്കെ ഇങ്ങനെ കാട് പിടിച്ച് കിടക്കാന്ന്. ഇപ്പൊ അതിന്റെ സ്ഥിതി എന്താണെന്ന് എനിക്ക് അറിയില്ല. അവിടെയാണ് സ്വാമി താമസിച്ചിരുന്നത്. ഭജനയൊക്കെ കേട്ടിരുന്നത് കോളേജിന്റെ നേരെ മുന്നിൽ തന്നെ. അപ്പൊ നല്ല ഭംഗിയുള്ളൊരു സൗദാണിത്. അന്ന് അങ്ങനെ ഉച്ചയ്ക്ക് ലഞ്ച് ടൈമിലാണ് ഞങ്ങൾ സ്വാമിനെ കാണാൻ പോകുന്നത്. വളരെ പേടിച്ചിട്ടാണ് പോകുന്നത്. കാരണം നല്ല ഭയമുണ്ട്, ആശങ്കയൊക്കെ ഉണ്ട്. കാരണം നമ്മളൊന്നും വീട് വിട്ടാ കോളേജ് വിട്ടാ വീട്, അന്നത്തെ കാലത്ത് അങ്ങനെ. അപ്പൊ വീട്ടിൽ നിന്നൊന്നും പറയാതെ പോവാണ്, ആരും അറിഞ്ഞിട്ടുമില്ല. പിന്നെ പലരും പറഞ്ഞു ചെന്ന സ്വാമി വിളിച്ച് ഇന്റർവ്യൂ ഒക്കെ തരുന്നത്. അപ്പൊ എനിക്ക് ഇന്റർവ്യൂ വേണ്ട, സ്വാമി വിളിക്കും വേണ്ട എന്നുള്ളൊരു മനസ്ഥിതിയിലാണ് ഞാൻ പോകുന്നത്. കാരണം കേട്ടതൊക്കെ നമ്മൾ വളരെ നെഗറ്റീവായ കാര്യങ്ങളാണ്. അങ്ങനെ പോയി. അവിടെ ചെന്നപ്പോ താഴെ മുറ്റത്ത് ആകെ ഒരു 8-10 ആൾക്കാരേ ഉള്ളൂ. സ്വാമി മുകളിൽ നിൽക്കുന്നുണ്ട് ടെറസിൽ. സ്വാമി ഇങ്ങനെ അഭയഹസ്തം കാണിച്ച് നിൽക്കുകയാണ്. അങ്ങനെ സ്വാമി അവിടുന്ന് വരാന്തിയിൽ നിന്ന് എല്ലാവരെയും ഒന്ന് അനുഗ്രഹിച്ചു. അത് കഴിഞ്ഞ് അപ്പോൾ ഞാൻ ചുറ്റും നോക്കി, ആരെങ്കിലും ഉണ്ടോ അറിയുന്നവരെ. കണ്ടിട്ടത് പറഞ്ഞ പ്രശ്നമാവും വീട്ടിലെ വിചാരിച്ചു. അപ്പൊ നോക്കുമ്പോൾ നമ്മുടെ വൈദ്യനാഥൻ സാറുണ്ട് അവിടെ മുന്നിൽ നിൽക്കുന്നു. അന്ന് ഞങ്ങളുടെ ഇംഗ്ലീഷ് പ്രൊഫസറാണ് അദ്ദേഹം. ഞങ്ങൾക്കൊക്കെ ക്ലാസ് എടുക്കാറുണ്ട്. ഞങ്ങൾക്കൊക്കെ ഭയങ്കര പേടിയാണ്. ഗ്രാമറാണ് എടുത്തിരുന്നത്. വളരെ സ്ട്രിക്റ്റുമാണ്, നന്നായി ചീത്തയും പറയും. അപ്പൊ അദ്ദേഹം അവിടെ കൈകൂപ്പി നിൽക്കുന്നുണ്ട് സ്വാമിനെ. അപ്പൊ എനിക്ക് കുറച്ചൊരു സമാധാനം തോന്നി. സാറിന്റെ ഒക്കത്തൊരു സുഖമില്ലാത്തൊരു കുട്ടിയുണ്ട്, വലിയൊരു കുട്ടിയുണ്ട്. ആ കുട്ടി സാർ എടുത്തിട്ടുണ്ട്. പിന്നെയാണ് അറിഞ്ഞത് സാറിന്റെ മകനാണെന്ന്. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ സ്വാമി താഴത്തേക്ക് ഇറങ്ങി വന്നു. അങ്ങനെ എന്തോ ഒന്ന് സാറെന്തോ സംസാരിച്ചു വന്നില്ല, കാരണം അത്ര ആൾക്കാരെ ഉള്ളൂ എന്ന്. അതങ്ങനെ സ്വാമി എല്ലാവരും നോക്കിയപ്പോ ഭയങ്കരമായിട്ടൊരു നോട്ടം നോക്കി എന്നെ. അപ്പൊ എനിക്ക് ഭയങ്കര പേടിയാ തോന്നിയത്. സന്തോഷം തന്നെ തോന്നി. ഞാൻ വേഗം അവിടെ അടുത്തുള്ളൊരു തൂണിന്റെ മറവിക്ക് ഇങ്ങനെ മാറി നിന്നു. എല്ലാവരും തൊഴിൽ നിൽക്കുന്നുണ്ട്. കുറച്ച് കഴിഞ്ഞൊരു കാറ് വന്നു. സ്വാമി അതിൽ കയറി പോവുകയും ചെയ്തു. അന്ന് ഊട്ടിയിൽ സ്വാമിയുടെ സ്കൂളുണ്ട്, അങ്ങോട്ടാണ് സ്വാമി പോയതെന്ന് അറിഞ്ഞു. അതങ്ങനെ കഴിഞ്ഞു ആദ്യത്തെ ദർശനം. എന്നിട്ട് ക്ലാസ്സിൽ തിരിച്ചെത്തി. ക്ലാസ് തുടങ്ങിയിരിക്കുന്നു. അപ്പോൾ അധ്യാപകൻ പൊതുവെ ചോദിക്കില്ല എവിടെയായിരുന്നു ഇത്ര നേരം. ബാക്കിയുള്ളവരൊക്കെ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ, ഞങ്ങൾ പുറത്ത് നിൽക്കുക. അപ്പൊ പറഞ്ഞു, അപ്പൊ ഉള്ളുന്ന ആരോ പറഞ്ഞു അവർ സായിബാബയെ കാണാൻ പോയിരിക്കുകയാണ്. അപ്പൊ സാറ് പറഞ്ഞു നിങ്ങൾ പുറത്തന്നെ നിന്നോളൂ, നിങ്ങൾക്കൊരു പഠിക്കൊന്നും വേണ്ടല്ലോ. കളിയൊക്കെ ഞങ്ങൾ, നിങ്ങൾക്കൊരു ക്ലാസ് ഒന്നും അറ്റൻഡ് ചെയ്യണ്ടല്ലോ, പരീക്ഷയൊക്കെ സുഖമായി എഴുതാമല്ലോ, സായിബാബയെ കണ്ടു വരികയല്ലേ, ഒരു പരീക്ഷയ്ക്ക്
പഠിക്കാത്ത ഞങ്ങൾക്കൊക്കെ എഴുതാം, മാർക്ക് കിട്ടും എന്നൊക്കെ പറഞ്ഞു. അതങ്ങനെ കഴിഞ്ഞു. പിന്നെ എറണാകുളത്ത് ഞാൻ പോസ്റ്റ് ഗ്രാജുവേറ്റ് കോഴ്സിൽ പഠിക്കുമ്പോൾ ഞങ്ങളുടെ ഹോസ്റ്റലിന്റെ അടുത്ത് വന്നു സ്വാമി. അവിടെ ഭയങ്കര ഭജനയും ഇതൊക്കെ കേൾക്കുന്നുണ്ട്. പക്ഷെ അന്നൊന്നും പ്രത്യേകിച്ച് ഒന്നും തോന്നിയില്ല. അങ്ങനെ അത് വിട്ടു. പിന്നെ ഞാൻ ഒന്നും സ്വാമിയുടെ ഒരു ഇതും ഇല്ല, ഒരു കണക്ഷനും ഇല്ല. പിന്നെ കുറച്ച് നാൾ ജോലി ചെയ്തു. അത് കഴിഞ്ഞ് കല്യാണം കഴിഞ്ഞു വിദേശത്തേക്ക് പോയി. അവിടെ ലൈബ്രറിയിൽ ഒരിക്കൽ മർഫറ്റിന്റെ മാൻ ഓഫ് മിറാക്കിൾസ് എന്ന ബുക്ക് കണ്ടു. അപ്പൊ ഒരു കൗതുകത്തോടെ അത് എടുത്തു നോക്കി, ഒന്ന് മറിച്ച് കുറച്ചൊന്ന് വായിച്ചു. അപ്പൊ എനിക്ക് അതിൽ ഒട്ടും ആകർഷണം ഉണ്ടായില്ല, ഒരു കെട്ടുകഥ പോലെ തോന്നിയത്. പിന്നെ അത് അതിനെക്കുറിച്ചൊന്നും ഒരു ഇതുമില്ല. അതൊക്കെ കഴിഞ്ഞു. പിന്നെ ഞങ്ങൾ നാട്ടിലേക്ക് തിരിച്ചു വന്ന് ഭർത്താവ് ഇവിടെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ പ്രൊഫസറായി ജോയിൻ ചെയ്തു. അപ്പൊ ഇടയ്ക്കിടയ്ക്ക് ഇവിടുന്ന് ബോർഡ് മീറ്റിങ്ങിനൊക്കെ മദ്രാസിലേക്ക് പോകും, മെയിലിൽ പോകും. അപ്പൊ ആ ട്രെയിനിൽ വെച്ചിട്ട് നമ്മുടെ ശംഖുവേട്ടുണ്ട്, ഇവിടെ മലപ്പുറം ജില്ലയിലെ പഴയ ആൾക്കാർക്കൊക്കെ അറിയാം, നല്ലൊരു കറകളഞ്ഞ സായി ഭക്തനാണ് അദ്ദേഹം. അദ്ദേഹത്തിനെ കണ്ടുമുട്ടും. ഇപ്പൊ രണ്ടുപേരും സ്കൂളിൽ എന്തോ സീനിയറായി പഠിച്ചവൻ. അങ്ങനെ ആ സൗഹൃദമൊക്കെ പുതുക്കി. അപ്പൊ ശംഖുവേട്ടൻ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞപ്പോ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോ സ്വാമീനെ കുറിച്ചും അപ്പൊ അരിയല്ലൂരിലുണ്ട് ഇങ്ങനെ ഒരു സമിതി ഉണ്ട് അരിയല്ലൂര്. അവിടെ ശരിക്കും യോഗിവര്യനായ ഒരു സായി ഭക്തണ്ട്, ഒരു പുണ്യാത്മാവാണ് അദ്ദേഹം. ശ്രീ കുമാരബാബ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. നല്ലൊരു സാധകനാണ്, നല്ല സായി ഭക്തനാണ്. കുറേ പേര്, അദ്ദേഹം ഒരു ആശ്രമം പോലെ അവിടെ ജീവിക്കുകയാണ്. കുറേ പേര് സാധനാനുഷ്ഠാനങ്ങളൊക്കെ പഠിപ്പിച്ച് അദ്ദേഹം ഭക്തന്മാരാക്കിയിട്ട് അവിടെ ജീവിക്കുകയാണ്, എല്ലാം ഉപേക്ഷിച്ചിട്ടെന്നുള്ളത്. അങ്ങനെ ഒന്ന് വരൂ ഒരു ദിവസം പ്രൊഫസർ ഒന്ന് വരൂ എന്നും പറഞ്ഞ് ഭർത്താവ് അവിടെ പോയി അദ്ദേഹത്തെ കണ്ട് സംസാരിച്ചു. അതോടുകൂടെ ഭർത്താവ് അവിടുത്തെ നിത്യ സന്ദർശകനായി. ബാലകൃഷ്ണ മാസ്റ്റർ, രാമകൃഷ്ണേട്ടൻ ഇവരൊക്കെ ഉണ്ട് അവിടെ. അപ്പൊ അവിടെ പലപ്പോഴും എന്നെ വിളിക്കും. അദ്ദേഹം പറയും കുടുംബം കൊണ്ടൊരു ഭാര്യയും കുട്ടികളൊക്കെ. പക്ഷെ എനിക്ക് എന്താ ഒട്ടും പോവാനേ മനസ്സ് വന്നതല്ലേ. മാത്രമല്ല ഞാൻ ശക്തമായിട്ട് എതിർക്കുകയും ചെയ്തു. കാരണം നമ്മുടെ ലൈഫ് വേറെ ഒരു ഇതില്ല. അപ്പൊ പെട്ടെന്ന് ഇതൊന്നും ഉൾക്കൊള്ളാൻ എനിക്ക് പറ്റുന്നില്ല. പിന്നെ നമ്മളിട്ട് ഇതിനെക്കുറിച്ചൊന്നും അറിയുന്നുമില്ല. അങ്ങനെ അന്ന് ഞങ്ങള് യൂണിവേഴ്സിറ്റി ക്വാർട്ടേഴ്സിലാണ് താമസിക്കുന്നത്. അങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പം ഇദ്ദേഹത്തിന് അസുഖമായി. ഈ കുമാരബാബ എന്ന് പറഞ്ഞ ആൾക്ക് നല്ല അസുഖമായിട്ട് അദ്ദേഹം ഭയങ്കര സീരിയസ് ആയി കാലിക്കറ്റ് നിർമ്മല ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു. അപ്പൊ എന്ത് വേണമെങ്കിലും എന്തും സംഭവിക്കാം എന്നുള്ളൊരു സിങ്കിങ് സ്റ്റേജിലാണ് അദ്ദേഹം. ത്രോട്ടിൽ ക്യാൻസർ ആയിരുന്നു. അപ്പൊ ഭർത്താവിനെ വിളിച്ചിട്ട് പറഞ്ഞു എനിക്കിപ്പൊ പുട്ടപർത്തി പോകണം, സ്വാമിയുടെ ദർശനം വേണം എനിക്ക്. അപ്പൊ അദ്ദേഹം വേഗം കാർ എടുത്തു. ബാലകൃഷ്ണ മാസ്റ്റർ ഉണ്ട്. ഒരു ഹോസ്പിറ്റലിൽ പോയപ്പോ അവര് പറഞ്ഞു ഞങ്ങള് പിന്നെ ഇവിടുന്ന് ഡിസ്ചാർജ് ചെയ്യാൻ സമ്മതിക്കില്ല, കാരണം വളരെ സീരിയസ് കേസാണിത്, നിങ്ങളുടെ റിസ്കിൽ കൊണ്ടുപോകണം എന്ന് പറഞ്ഞു. എന്തായാലും പറ്റില്ല, എനിക്ക് പോകണം തന്നെ അദ്ദേഹം. അങ്ങനെ കൊണ്ടുപോയി. അവിടെ പുട്ടപർത്തിക്ക് അപ്പൊ വൈകുന്നേരം എത്തിയാ പോണേ. രാത്രി ആ ചുരമൊക്കെ കയറി അവിടെ പുട്ടപർത്തിയിലെത്തി. പുട്ടപർത്തിയിലെത്തിയപ്പോ ഇങ്ങനെ റൂമിന് ഇവർക്കൊക്കെ എല്ലാവരും ടയേർഡാണ്. റൂം വെച്ചപ്പോ പറഞ്ഞു അസുഖമുള്ള ആളാണെന്നൊരു ബാലകൃഷ്ണ മാസ്റ്റർ. അപ്പൊ എന്താ അസുഖം എന്ന് ചോദിച്ചപ്പോ പറഞ്ഞു ക്യാൻസർ ആണ്, ഇവിടെ റൂമൊന്നും തരില്ല എന്നും പറഞ്ഞ് പുട്ടപർത്തി ഉള്ളിൽ റൂം കൊടുത്തില്ല. അങ്ങനെ അവര് പുറത്ത് റൂം എടുത്തു. അപ്പൊ ഒരു ഉച്ചയായിരിക്കും അവരെത്തിയപ്പോ. അത് കഴിഞ്ഞിട്ട് വൈകുന്നേരം സ്വാമിയുടെ ദർശനത്തിന് പോവാ കുൽവന്ത് ഹാളിലേക്ക്. അന്ന് ഈ കുൽവന്ത് ഹാളൊന്നും ഇല്ല, വെറും മണലിലാണ് ഇരിക്കുക. നമുക്ക് അവിടെ ഒന്നുമില്ല, അന്ന് സെക്യൂരിറ്റിയോ ഒന്നുമില്ല. നമുക്ക് ആർക്ക് വേണമെങ്കിലും അവിടെ പോയിരിക്കാം, അങ്ങനത്തെ ഒരു ഇതിലാണ്. അപ്പൊ ബാലകൃഷ്ണ മാസ്റ്റർ മടിയിലാണ് ഇരിക്കുന്നത്. ഇദ്ദേഹം നടക്കാനൊന്നും വേഗം എടുത്തോണ്ടാ പോകുന്നത്. വരെ മടിയിൽ കിടക്കുക ചെയ്യുന്നു. അപ്പൊ അദ്ദേഹം ഇങ്ങനെ വളരെ ഫീബിൾ വോയിസിൽ പറഞ്ഞു മാഷോട്, പിന്നെ സ്വാമി വരുമ്പോ എൻ്റെ 2 കൺപോളകളും ഒന്നും പൊക്കി തരണം, കാരണം അദ്ദേഹത്തിന്റെ കണ്ണൊക്കെ ഇങ്ങനെ ഡ്രൂപ്പിങ് ഇതങ്ങനെ അടഞ്ഞു പോയിരിക്കുന്നു, എൻ്റെ കണ്ണൊന്ന് തുറന്ന് വെച്ച് തരണം എന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ സ്വാമിയെ കാത്ത് അവരെ ഇരിക്കുകയാണ്. അത്രയ്ക്ക് ഗുരുതരാവസ്ഥയിലാണ് അദ്ദേഹത്തിന്റെ കിടപ്പ്. സ്വാമി പ്രശാന്തി നിലയത്തിലാണ് അന്ന് താമസിക്കുന്നത്. മുകളിൽ നിന്ന് താഴെ ഇറങ്ങി വന്നു, ആ വരാന്തയിൽ വന്നു, ഇങ്ങനെ നോക്കി, എല്ലാ ഭക്തന്മാരെയും നോക്കി. അവിടുത്തെ പെട്ടെന്ന് ശരം വിട്ട പോലെ അദ്ദേഹത്തിന്റെ അടുത്തേക്ക് വന്നു. ബാലകൃഷ്ണ മാസ്റ്റർ പറഞ്ഞ പോലെ 2 കൺപോളകൾ ഇങ്ങനെ പൊക്കി വെച്ചു കൊടുത്തു. അപ്പൊ ഇദ്ദേഹം എങ്ങനെയോ ആ 2 കൈ ഇങ്ങനെ കൂപ്പിയിട്ട് ഭഗവാനോട് ആദ്യം ഉറക്ക പറയുക, ശ്രീ പരമേശ്വര എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം തൊഴുകുന്നത്. അപ്പൊ സ്വാമി എന്ത് ചെയ്തു, പിന്നെ വേഗം വിഭൂതി സൃഷ്ടിച്ച് അദ്ദേഹത്തിന്റെ നെറ്റിയിൽ തൊടുവിച്ചു. ബാക്കി ഇവർക്കൊക്കെ കൊടുത്ത് സ്വാമി അങ്ങോട്ട് പോയി. പിറ്റേ ദിവസം രാവിലെ ഇവര് ദർശനത്തിന് ഇരുന്നു. ഇദ്ദേഹത്തെ തീരെ വയ്യ. അന്ന് സ്വാമി ആ വഴിയെ തന്നെ വന്നില്ല, ഒഴിഞ്ഞു മാറി അപ്പുറത്ത് കൂടെ പോയി. വൈകുന്നേരവും
വരിയിരുന്നു. അപ്പോഴും സ്വാമി വന്നില്ല. അപ്പൊ ബാലകൃഷ്ണ മാസ്റ്റർ ഉറക്ക വിളിച്ചു പറഞ്ഞു, സ്വാമി ഇത് പറ്റില്ല, എന്തെങ്കിലും ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പൊ സ്വാമി തിരിഞ്ഞു നിന്നിട്ട് പറഞ്ഞു, നാട്ടിലേക്ക് കൊണ്ടുപോയിക്കോളൂ, പ്രയോജനമില്ല എന്ന്. അങ്ങനെ അവർ വൈകുന്നേരം തന്നെ തിരിച്ചു. പിറ്റേ ദിവസം രാവിലെ അരിയിലൊരു ആശ്രമത്തിലെത്തി അദ്ദേഹം സമാധിയായി. ഇതൊക്കെ കേട്ടപ്പോ എനിക്കെന്തോ എവിടേക്കോ ഒരു ചെറിയ ഇളക്കം, ഒരു വിശ്വാസം. പക്ഷെ പിന്നെ എന്റെ മങ്കി മൈൻഡ് അതൊന്നും വിശ്വസിക്കാൻ കൂട്ടാക്കുന്നില്ല. അതുവരെ ഞങ്ങൾ യൂണിവേഴ്സിറ്റി ക്വാർട്ടേഴ്സിലാണ് താമസിച്ചിരുന്നത് പറഞ്ഞല്ലോ. പിന്നെ യൂണിവേഴ്സിറ്റിന്റെ അടുത്ത് തന്നെ നമ്മളൊരു പ്ലോട്ട് വാങ്ങി സെറ്റിൽ ചെയ്യുന്നുള്ള ഒരു ഇതിലാണ്. കാരണം അവിടുന്ന് പിന്നെ ട്രാൻസ്ഫർ ഒന്നും ഇല്ല, ഇവിടെ തന്നെ സെറ്റിൽ ചെയ്യാന്നുള്ള ഇതിലാണ് ഇരിക്കുന്നത്. അങ്ങനെ കുറെ സ്ഥലങ്ങളൊക്കെ കണ്ടു. അപ്പൊ ഒരാളൊരു സ്ഥലം കൊണ്ട് കാണിച്ചു തന്നു. നോക്കുമ്പോൾ അത് വലിയൊരു പ്ലോട്ടാണ്. അതിൽ പഴയ വീട്, കുളം, അമ്പലം, പാമ്പുംകാവ് ഇതൊക്കെ ഉണ്ട്. അത് പൂർവികമായിട്ട് സാമൂതിരി രാജാവിന്റെ എന്തോ ഒരു സ്ഥലമാണ്, ആർക്കോ പതിച്ചു കൊടുത്തതാണ്. അതിൽ കുറെ ആൾക്കാരും ഉണ്ട്. നമുക്ക് ആ സ്ഥലം കണ്ടാൽ തന്നെ പേടി തോന്നും, ഭാർഗവീ നിലയം പോലെയാണ്. കുറെ അനന്തരാവകാശികളൊക്കെ ഉണ്ട് അതിന്. അങ്ങനെ അത് കോർട്ടിലാണേലും റിസീവറുടെ കയ്യിലാണ്. എന്തായാലും ശരി, ഹസ്ബൻഡ് വാങ്ങാൻ തീർച്ചയാക്കി. ഞങ്ങളൊക്കെ എതിർത്തു, അയ്യോ എങ്ങനെയാ ഈ കാട്ടിൽ നിൽക്കുക എന്നൊക്കെ പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞ് അത് വാങ്ങി. എന്തായാലും അന്ന് അവിടെ ഇലക്ട്രിസിറ്റി ഇല്ല, റോഡില്ല, ഒന്നുമില്ല. താമസം ഞങ്ങൾ അതുകൊണ്ട് മാറിയിട്ടില്ല. പക്ഷെ ആഴ്ചയിൽ ഒരു ദിവസം അവിടെ വരും, ഭജന നടത്തും, എന്നിട്ട് പോകും. പിന്നെ കുറെ കഴിഞ്ഞപ്പോൾ ഇലക്ട്രിസിറ്റി ഒക്കെ വന്നു, റോഡൊക്കെ ശരിയായി. അപ്പൊ ഞങ്ങൾ അങ്ങോട്ട് മാറാൻ തീർച്ചയാക്കി. അപ്പൊ ഇഷ്ടമില്ല ഇവിടുന്ന് പോവാൻ, കുട്ടികൾക്കും ഇഷ്ടമില്ല. കാരണം ഇത് ഒറ്റപ്പെട്ട സ്ഥലമാണ്, ഫ്രണ്ട്സ് ഇല്ല എന്നൊക്കെ പറഞ്ഞു. പിന്നെ നല്ല ഭയമുണ്ട് അവിടെ താമസിക്കാൻ. അങ്ങനെ അപ്പൊ അടുത്തുള്ളവരൊക്കെ പറഞ്ഞു, ഇവിടെ ആരും ഇതുവരെ കുടുംബമായിട്ടൊന്നും താമസിച്ചിട്ടില്ല, കുട്ടികളൊന്നും താമസിച്ചിട്ടില്ല, അതുകൊണ്ട് നിങ്ങൾ എന്തെങ്കിലും ശ്രദ്ധിച്ചിട്ട് വേണം ഇവിടെ താമസിക്കാൻ പറഞ്ഞു. അങ്ങനെ എവിടുന്നൊക്കെ ജ്യോത്സ്യന്മാരെയൊക്കെ കൊണ്ടുവന്ന് സ്വർണ്ണ പ്രശ്നം നടത്തി. അപ്പൊ അവര് നോക്കിയിട്ട് കുറെ പ്രായശ്ചിത്ത കർമ്മങ്ങളൊക്കെ പറഞ്ഞു. അതിന്റെ കൂട്ടത്തിൽ അവർ പറഞ്ഞു, ഇവിടെ എല്ലാ ആഴ്ചയും ഒരു ഈശ്വരീയമായിട്ടൊരു മംഗള കർമ്മം നടക്കുന്നതായിട്ട് ഞങ്ങൾക്ക് കാണാണ്ട്, അതുകൊണ്ട് നിങ്ങൾ ജീവിച്ചിരിക്കുന്ന ഒരു മഹാപുരുഷനെയാണ് നിങ്ങൾ ആരാധിക്കുന്നത്. നിങ്ങൾ അതുകൊണ്ട് ഇത് പ്രശ്നത്തെ കാണണം. അതുകൊണ്ട് എല്ലാ പരിഹാര കർമ്മങ്ങളും ചെയ്ത ശേഷം നിങ്ങൾ ആ അവതാര പുരുഷന്റെ സന്നിധിയിൽ പോയിട്ട് അനുവാദം വാങ്ങിയിട്ട് വേണം ഇവിടെ താമസിക്കാൻ, അല്ലാതെ നിങ്ങൾ താമസിക്കരുത്. അങ്ങനെ ചെയ്യാൻ പറഞ്ഞ കർമ്മങ്ങളൊക്കെ ശേഷം പുട്ടപർത്തിയിലേക്ക് പോയി. അന്നാണ് ഞാൻ ആദ്യമായിട്ട് പുട്ടപർത്തിക്ക് പോകുന്നത്. അപ്പൊ ഞങ്ങള് അന്നും ഇതേപോലെ മണലിലാണ് ഇരിക്കുന്നതൊക്കെ. പിന്നെ റൂമൊന്നുമില്ല, ഷെഡ് മാത്രമേ ഉള്ളത്. ഷെഡിലാണ് എല്ലാവരും കിടക്കുക. അങ്ങനെ സ്വാമി എല്ലാവരുടെ ഇടയിലും വരും. ഇതുപോലെ തിരക്കില്ല, കുറേ സമയം ഉണ്ടാവും സ്വാമി അവിടെയൊക്കെ. അങ്ങനെ ഞങ്ങൾ കുടുംബസമേതം ദർശനത്തിന് ഇരുന്നു. എല്ലാവരുടെ കയ്യിലും ഒരു ലെറ്റർ ഉണ്ട്. കയ്യിൽ അതിന്റെ കണ്ടന്റ് ഇതാണ്, പിന്നെ ഞങ്ങൾക്ക് താമസിക്കാൻ സ്വാമിയുടെ അനുവാദം വേണമെന്ന്. അങ്ങനെ സ്വാമി വന്നു. അപ്പോൾ ഞാൻ ആ ലെറ്റർ കൊടുത്ത് നമസ്കരിച്ചു. സ്ത്രീകളുടെ വരിയിൽ മുന്നത്തെ ആകെ 2 വരിയിട്ടേ ഉള്ളൂ. നമസ്കരിച്ചു. അപ്പൊ സ്വാമി തെലുങ്കിൽ പറഞ്ഞു, പൂച്ചമ്മ പൂച്ചമ്മ. എനിക്ക് ഒന്നും പിടികിട്ടില്ല, ആദ്യമായിട്ടാ തെലുങ്ക് തന്നെ കേൾക്കുന്നത്. പിന്നെയും ഞാൻ സ്വാമിയെ നോക്കി തൊഴുതും കൊണ്ട് ഇങ്ങനെ ഇരുന്നു. അപ്പൊ സ്വാമി തിരിഞ്ഞു വന്നിട്ട് പറഞ്ഞു, അമ്മ പൂച്ചമ്മ. അപ്പൊ എന്റെ അടുത്തിരുന്നൊരു സ്ത്രീ ചോദിച്ചു, എന്താ നിങ്ങൾ ലെറ്ററിൽ എഴുതിക്കുന്നത്? അപ്പൊ ഞാൻ കാര്യം പറഞ്ഞു. അതല്ലേ സ്വാമി പറഞ്ഞത്, ഇരിക്കൂ ഇരിക്കൂ എന്നാണ് സ്വാമി പറയുന്നത്. അന്നൊന്നും തെലുങ്ക് ഒരു വാക്ക് പോലും അറിയാത്തതാണ്. അപ്പൊ മനസ്സിലായി സ്വാമി അനുവാദം തന്നിരിക്കുന്നു. അങ്ങനെ തിരിച്ചു വന്നു, താമസം തുടങ്ങി. അതോടെ എൻ്റെ ജീവിതത്തിൽ ഒരു പുതിയ അധ്യായം. അതാണ് സ്വാമി, അവിടുന്നാണ് ശരിക്കും സ്വാമിയോടുള്ള ഒപ്പമുള്ള യാത്ര തുടങ്ങുന്നത്. പിന്നെ ഇതുവരെ തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. ആദ്യം തന്നെ ബാലവികാസ് ഗുരുവായി. ആ സ്ഥലം ഒരു ശരിക്കും ഒരു നാട്ടിൻപുറമാണ്. ഇപ്പൊ കുറെ പുരോഗമിച്ചു. 1984 ബാലവികാസ് തുടങ്ങിയത്. ധാരാളം കുട്ടികളുണ്ടായിരുന്നു ക്ലാസ്സിൽ. ചില കുട്ടികളൊക്കെ അത് ഉൾക്കൊണ്ടു, ചിലരൊക്കെ ബാലവികാസിൽ ആക്റ്റീവായി. അപ്പൊ ബാലവികാസ് ഗുരു ആയപ്പോൾ എൻ്റെ വലിയൊരു ഖേദം മാറി. കാരണം എന്താ വെച്ചാൽ ഞാൻ മാരേജ് കഴിഞ്ഞതിന് മുന്നേ ഗുരുവായൂർ ശ്രീകൃഷ്ണ കോളേജിലാണ് വർക്ക് ചെയ്തിരുന്നത്. അപ്പൊ യൂണിവേഴ്സിറ്റിയിൽ മിക്കവാറും എൻ്റെ കൊളീഗ്സിനൊക്കെ കാണും. അപ്പൊ അവരൊക്കെ ചോദിക്കുന്നോട്, എന്താ ജോലിക്ക് പോകുന്നില്ലേ, എന്താ ജോലിക്ക് പോവാത്ത, ഇത്രയൊക്കെ പഠിച്ചിട്ട്. അപ്പൊ ഒന്നാമത് എൻ്റെ ഭർത്താൻ ജോലിക്ക് പോകുന്നത് ഇഷ്ടമല്ല. അപ്പൊ കണ്ടാ കുശലം ചോദിക്കതാ, വെറുതെ ഇരിക്കുകയാണോ. ഞാനൊന്നും പറയില്ല, ഞാൻ വെറുതെ ചിരിക്കും. ഞാനപ്പൊ എൻ്റെ ഉള്ളിൽ ഞാൻ പറയും, ഞാൻ ചെയ്യുന്ന ജോലി സാക്ഷാൽ അവതാര പുരുഷന്റെ കൂടെ നിന്നാണ്. ഇത് കൂടുതൽ എന്താ എനിക്ക് വേണ്ടത്? ഞാൻ എൻ്റെ ഉള്ളിൽ പറഞ്ഞെങ്കിൽ ഞാൻ സമാധാനം നേടും. അവിടുന്ന് അങ്ങോട്ട് പിന്നെ സ്വാമി തന്നെയായിരുന്നു എല്ലാത്തിനും. മകളുടെ കല്യാണത്തിന് ആദ്യം ഇൻവിറ്റേഷൻ കാർഡ് കൊടുക്കാൻ പോയി. സ്വാമി വാങ്ങി അനുഗ്രഹിച്ചു, വിഭൂതി തന്നു. മകൻ അവിടെ MBAക്ക് പഠിക്കാൻ അവസരം തന്നു സ്വാമി. അങ്ങനെ ഒരുപാട് ഓർമ്മകള് പറയാൻ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ പറയില്ല. അവസാനം 2011 ജൂൺ 31 സ്വാമി ഇന്റർവ്യൂവിന് വിളിച്ചു. അടുത്ത് വിളിച്ചിട്ട് ചോദിച്ചു, എന്ത് വേണം അമ്മ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഒന്നും വേണ്ട, സ്വാമിയുടെ അനുഗ്രഹം മാത്രം മതി, ഞാൻ കൂടെ തന്നെ ഉണ്ടെന്ന് പറഞ്ഞു. സ്വാമി
അനുഗ്രഹിച്ചു. എന്നെ ഈ നിലയിൽ എത്തിച്ചത് എൻ്റെ സ്വാമിയാണ്, വേറെ ആരുമല്ല. സ്വാമിയുടെ പാദങ്ങൾ മാത്രമേ എനിക്ക് ശരണുള്ളൂ. ജയ് സായിരാം. സായിരാം സായിരാം. ഇനി സ്വാമിയുടെ പ്രസന്റേഷൻ. దేహం ఒక నీటి బుడగ వంటిది. The physical body is like a water bubble. క్షణములో ఈ యొక్క నీటి బుడగ లీనమవుతూ నీటి యందు. In what moment this water bubble breaks down? అయితే ఈ నీటి బుడగ ఎక్కడ నుంచి వచ్చింది? But then this from where did this water bubble come? It has come from water. నీటి యందే పెరిగి it has grown in water. నీటి యందే అణంగు నీటి బుడగ. It has merged back into water itself. నరుడు బుదంబు. Man is water bubble. నారాయణుడు నీరు. నారాయణ is water. కనుక ఈ బుడగ కేవలము నీటి నుండినే పుట్టినటువంటిదిగా ఉండినప్పుడు ఈ యొక్క నరుడు కూడాను నారాయణ నుంచినే ఆవిర్భవించినటువంటి వాడు. Just as a water bubble has emerged from water, the man has emerged from Narayana, the Lord. సత్యాన్ని మనం గుర్తించినప్పుడే శరీరం అలక్ష్యం చేయక, అశ్రద్ధ చేయక, తగినటువంటి రీతిగా దీనిని పోషించుకోవడానికి కృషి చేస్తాం. Only when you recognize this basic truth, we will take steps to take care of this physical body in a proper way and look after it. ഭജൻ സായിരാം. ഇനി ഭജന. സായിരാം. ഗോവിന്ദ ഗോപാല ഹേ നന്ദലാല, ഗോവിന്ദ ഗോപാല ഹേ നന്ദലാല, രാധേ ഗോപാല ഗോപി ഗോപാല, രാധേ ഗോപാല ഗോപി ഗോപാല, मीरा के नाथ प्रभु मुरली गोपाल, मीरा के नाथ प्रभु मुरली गोपाल, गोवर्धनोद्धार गोपाल बाल, गोवर्धनोद्धार गोपाल बाल, राधे गोपाल गोपी गोपाल, राधे गोपाल गोपी गोपाल, गोविंद गोपाल हे नंदलाल, राधे गोपाल गोपी गोपाल, मीरा के नाथ प्रभु मुरली गोपाल, गोवर्धनोद्धार गोपाल बाल, राधे गोपाल गोपी गोपाल, राधे गोपाल गोपी गोपाल, गोविंद गोपाल हे नंदलाल. साईराम. ഓം ശ്രീ സായിരാം. സായി ഉപമ. ഭക്തി ഒന്നും തന്നെ മാറ്റിവെക്കാത്ത ആത്മസമർപ്പണത്തിൻ്റെതാണ്. അഹംബോധത്തിന്റെ ഒരു കണിക പോലും അവശേഷിക്കുവാൻ പാടില്ല. ഈശ്വരന്റെ ആജ്ഞ മാത്രമാണ് പ്രധാനം. ഈശ്വരേച്ഛ മാത്രമാണ് നിലനിൽക്കുന്നത്. ഒരു കള്ളുകുടിയനെ പോലെ ഒരു ഭക്തന് അഭിമാനം, മാന്യത, അഹന്ത, ദുരഭിമാനം എന്ന യാതൊന്നും ഇല്ല. അയാൾ മത്തനാണ്, ഉന്മത്തനാണ്. ഭക്തി കൊണ്ട് ഉന്മത്തനായ അയാൾ തൻ്റെ ആദർശത്തിനുമായിട്ട് ബന്ധമില്ലാത്ത ഒന്നിനെ കുറിച്ചും ചിന്തിക്കുന്നതേ ഇല്ല. അയാൾക്ക് വിശപ്പും ദാഹവും തോന്നുന്നില്ല. അയാൾ യുക്തിയെക്കുറിച്ച് ചിന്തിക്കുന്നില്ല. ചന്തയിൽ പോയാൽ കണക്ക് കൂട്ടാൻ അറിയുന്നില്ല, തെറ്റിക്കുന്നു. ശ്രീ നാരദൻ പറയുന്നത്, അജ്ഞാനത്തിന്റെ മദ്യം കുടിച്ച ഒരാൾ ലോകത്തിലെ നിഴലുകൾ അതിന് പിന്നാലെ പായുന്നു. എന്നാൽ ജ്ഞാനത്തിന്റെ മധു നുകർന്ന ഒരാൾ താൻ പ്രത്യക്ഷീകരിച്ച പരമാത്മനിൽ നിന്നും അകന്നു പോകുന്നതേ ഇല്ല. ജയ് സായിരാം. സായിരാം. സമസ്തലോകാ സുഖിനോ ഭവന്തു, സമസ്തലോകാ സുഖിനോ ഭവന്തു, സമസ്തലോകാ സുഖിനോ ഭവന്തു. ഓം
ശാന്തി ശാന്തി ശാന്തി. സായിരാം. എല്ലാവർക്കും സായിരാം. ആയിരം ആയിരം